ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രധാന വാർത്തകളിൽ നമുക്ക് അങ്ങ് ഹോളിവുഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ A24ന്റെ ഏറ്റവും പുതിയ സ്പോർട്സ് ഡ്രാമ ചിത്രമായിട്ടുള്ള ദി സ്മാഷിംഗ് മെഷീന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വിട്ടായിരുന്നു. ദ്വെയ്ൻ ജോൺസൺ നമ്മുടെ റോക്കാണ് നായകൻ. അങ്ങേരുടെ ലുക്ക് എന്റെ മോനെ കിട്ടില്ല. നമ്മൾ ഇങ്ങനെയൊന്നും ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ബെന്നി സാഫ്ഡി എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ലുക്ക് പോലെ തന്നെ പടം കൂടെ ആയിക്കഴിഞ്ഞാൽ പൊളിച്ച് കിട്ടില്ല സാധനമായിരിക്കും. റോക്കിന് പിരികം പൊക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണത്തിന്റെ വായങ്ങ് പൂട്ടിക്കെട്ടിക്കോളും. പിന്നെ ഇറ്റിന്റെ ഫ്രാഞ്ചൈസ് ഇല്ല, IT സിനിമ മറ്റേ ഒരു ഹൊറർ വെൽക്കം ടു ഡെറി എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ബിൽ സ്കാർസ്ഗാർഡ് റീസെന്റ് എടുത്തൊരു ഇന്റർവ്യൂവിൽ വെൽക്കം ടു ഡെറിയിലും പെന്നിവേസിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നൊരു ചോദ്യത്തിന് ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ബട്ട് മേ ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പെന്നിവേസ് എന്ന് പറയുന്ന ഒരു ക്ലൗണ് ഈ ഒരു സീരീസിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ നിന്ന് ജോൺ വിക് ഫ്രാഞ്ചൈസിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ പുതിയൊരു സ്പിൻ ഓഫ് സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോണിയന്റെ ഒരു കെയ്ൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അസാസിൻ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് സിനിമ വരാൻ പോകുന്നത്. റൈറ്റിംഗ് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. അടുത്ത വർഷം ഹോങ്കോങ്ങിൽ ഇത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. കഥ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ വലിയ പിടിയില്ല, എങ്കിലും മോസ്റ്റ്ലി ഒരു സീക്വൽ എന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജോൺ വിക് ചാപ്റ്റർ 4ന്റെ അവസാനം ആ ബോംബിങ്ങിൽ കെയ്ൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മരിക്കാൻ സാധ്യതയില്ല. ഇനി ജോൺ വിക്കിന് എന്ത് വന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അവരൊരു മിനിമം ഗ്യാരണ്ടി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒരു കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞ ഒരു സീരീസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇനി എന്റെ ആനച്ചേച്ചിയുടെ ആ ഒരു ബലേറിനെയും കൂടെ കാണണം, അതാണ് ഒരു ആഗ്രഹം. ഇവിടെ ഒരു സൈഡിൽ ഓരോരുത്തർ ഓരോ സിനിമ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അപ്പുറത്തൊരാൾ ഇരുന്ന് സിനിമ എടുക്കൽ ആരായിരിക്കും? യോർഗോസ് ലാന്തിമോസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓസ്കാർ ഒക്കെ വാങ്ങിച്ച് പുള്ളിയുടെ പൂർ തിങ്സ് എന്ന് പറയുന്നൊരു പടം വന്നു. അത് കഴിഞ്ഞ് കൈൻഡ് ഓഫ് കൈൻഡ്നെസ് അനൗൺസ് ചെയ്തു, ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ അതാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ റിലീസാണ്. ആ പടം റിലീസ് ആവുന്നതിന് മുമ്പേ ഇപ്പോൾ അടുത്ത പടം അനൗൺസ് ചെയ്ത് ബഗോണിയ എന്നാണ് സിനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സൗത്ത് കൊറിയൻ സിനിമയുടെ റീമേക്ക് ആണ്. പണ്ടത്തെ ഒരു സൈഫൈ കോമഡി എന്ന രീതിയിൽ പോകുന്ന എർത്തും അതേപോലെ തന്നെ ഏലിയനും അങ്ങനെ കുറച്ച് അതിന് രക്ഷപ്പെടുത്താൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്ലോട്ട് ലൈൻ ഒക്കെ പോകുന്ന ഒരു പടം. ആൻഡ് ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിനകത്തും നമ്മുടെ എമ്മ സ്റ്റോണും അതേപോലെ തന്നെ ജെസ്സി പ്ലമൺസും ആണ് ഉള്ളത്. കൈൻഡ് ഓഫ് കൈൻഡ്നെസ്സിനകത്തും ഇവർ രണ്ടുപേരുമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പടമായിട്ടുള്ള പൂർ തിങ്സിനകത്തും എമ്മ സ്റ്റോൺ ഉണ്ടായിരുന്നു. എമ്മ സ്റ്റോണും യോർഗോസ് ലാന്തിമോസും ചേർന്ന് ചെയ്യുന്ന ഇത് 4ാമത്തെ സിനിമയായിരിക്കും. ഇത് ആദ്യത്തെ പടം ദി ഫേവറേറ്റ്, പിന്നെ പൂർ തിങ്സ്, പിന്നെ കൈൻഡ് ഓഫ് കൈൻഡ്നെസ്, ഇപ്പോൾ ദ ബഗോണിയ. ഇതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടേ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഒരു വെറൈറ്റി ഫിലിം മേക്കറാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേടത്തെ വെറൈറ്റി. കാരണം ഒന്ന് ആനയും ഒന്ന് ഓന്തും അല്ലെങ്കിൽ മറ്റേത് പരുന്തും എന്ന രീതിയിലൊക്കെ ഇരിക്കും ഓരോ പടങ്ങൾ. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സിനിമകൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ബഗോണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പോസ്റ്റർ എങ്ങനെയായിരിക്കും എന്ന കാര്യം ആലോചിച്ചിട്ടാണ്. പൊതുവെ യോർഗോസ് ലാന്തിമോസ് സിനിമകളുടെ പോസ്റ്റേഴ്സ് എൻ്റെ അമ്മോ കിടിലമാണ്. ഇപ്പം ഇനി വരാൻ പോകുന്ന കൈൻഡ് ഓഫ് കൈൻഡ്നെസിന്റെ പോസ്റ്ററും കിടിലമായിരുന്നു. അപ്പോൾ ബഗോണി ഇനി എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടറിയണം. ദെൻ ഗോസ്റ്റ് ഓഫ് സുഷിമ എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിം ഉണ്ട്. അത് ആക്ച്വലി ഒരു പ്ലേ സ്റ്റേഷൻ ഗെയിം ആയിരുന്നു. ഇപ്പോൾ അത് PC യിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിന് ഒരു ലൈവ് ആക്ഷൻ സിനിമ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പടത്തിലേക്ക് ഹിരോയുക്കി സനാഡ, അതായത് നമ്മുടെ ജോൺ വിക്കിനകത്തെയും അതേപോലെ തന്നെ ഷോഗൺ എന്ന സീരീസിലൊക്കെ കണ്ട അതേ പുള്ളി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംസാരമൊക്കെ പോകുന്നുണ്ട്. ഗോസ്റ്റ് ഓഫ് സുഷിമ ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്, കിട്ടില്ല സാധനമാണ്. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതെന്തായാലും ലോർഡ് ഷിമുറ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അതായത് നമ്മുടെ നായകന്റെ അങ്കിൾ ക്യാരക്ടർ. സാമുറൈ റോൾ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് എന്നൊരു ലൈൻ പിടിച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത്. സത്യം, നിങ്ങൾ ഷോഗൺ എന്ന് പറയുന്ന സീരീസ് ഒക്കെ കണ്ടു നോക്കണം. എൻ്റെ അമ്മോ കിട്ടില്ല സീരീസാണ്. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഗോസ്റ്റ് ഓഫ് സുഷിമ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ദെൻ വേറൊരു വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്ന സാധനമാണ് ലൈക്ക് എ ഡ്രാഗൺ യാക്കുസ. ഇതൊരു ലൈവ് ആക്ഷൻ ആണ്, എന്നാൽ സീരീസ് ആണ്, സിനിമയല്ല. 6 എപ്പിസോഡ് ഉണ്ടാവും. അതിലെ ആദ്യത്തെ 3 എപ്പിസോഡ് ഒക്ടോബർ 28-നും അതേപോലെ ബാക്കി 3 എപ്പിസോഡ് നവംബർ 1-നും ആയിരിക്കും റിലീസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് ഗെയിമിനെ പറ്റി ഒരു ധാരണയില്ല, ഞാൻ കളിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല. സോ എന്താണെങ്കിലും കണ്ടു നോക്കാം, അപ്പോൾ അറിയാലോ. പിന്നെ നമ്മുടെ കാറ്റ് വുമൺ ആയിട്ടുള്ള സോയി ക്രേവിറ്റ്സ് ഒരു ഡയറക്ടറായി മാറുകയാണ്. പുള്ളിക്കാരത്തിന്റെ ഡയറക്ടർ ഡെബ്യൂ ചിത്രത്തിന് ബ്ലിങ്ക് ട്വൈസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നായകൻ വേറെ ആരുമല്ല, പുള്ളിക്കാരത്തിന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചാനിങ് ടാന്റോ ആണ്. പുസി ഐലൻഡോ പുസി സ്പേസോ അങ്ങനെ എന്തോ കൊണ്ടായിരുന്നു ആദ്യം പേരുണ്ടായിരുന്നത്. പിന്നെയാണ് ബ്ലിങ്ക് ട്വൈസിലേക്ക് മാറിയത്. എപ്പോഴാണ് റിലീസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ലുക്ക് മാത്രം വിട്ടിട്ടുണ്ട്. ദെൻ പീക്കി ബ്ലൈൻഡേഴ്സിന്റെ സിനിമ വരാൻ പോവുകയാണ് നെറ്റ്ഫ്ലിക്സിൽ. ഇപ്പൊ സ്ക്രിപ്റ്റ് ലോക്കായി എന്ന രീതിയിൽ ഒരു പോസ്റ്റ് നെറ്റ്ഫ്ലിക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്തായാലും കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് വൈകാതെ തന്നെ ഷൂട്ടിംഗും സ്റ്റാർട്ട് ആവും. ലിമിറ്റഡ് തിയേറ്ററിൽ റിലീസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്, ബട്ട് എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാവില്ല. വന്നാൽ കൊള്ളായിരുന്നു. ദെൻ HBO-ന്റെ ഏറ്റവും പുതിയ വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ സീരീസ് ആണ് ദി ലാസ്റ്റ് ഓഫ് അസ് എന്ന് പറയുന്നത്. അതിന്റെ സീസൺ 2 വരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും. അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ മൊത്തം 7 എപ്പിസോഡാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഓഫ് അസ് ഗെയിം നോക്കുകയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് 2 ഗെയിമേ വന്നിട്ടുള്ളൂ. ഇനി സീരീസിലോട്ട് വരുവാണെങ്കിൽ അതിൽ സീസൺ 3-ഉം സീസൺ 4-ഉം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. വീഡിയോ ഗെയിം പാർട്ട് 2 വരെ എടുക്കുകയുള്ളൂ, അല്ല അതിന്റെ അപ്പുറത്തോട്ട് പോകുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഷൂട്ടിംഗ് സെറ്റിലെ ലീക്ക്ഡ് ഫോട്ടോ കാണുന്ന സമയത്ത് മറ്റേ വീഡിയോ ഗെയിമിന്റെ എക്സാക്ട് റെപ്ലിക്കേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കൊലകൊല്ലി ക്വാളിറ്റി ഐറ്റം സാധനമായിരിക്കും ഇനി വരാൻ പോകുന്ന സീസൺസ്. അറ്റ്ലീസ്റ്റ് ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ പണ്ടത്തെ നമ്മുടെ ഏലിയൻ ഫ്രാഞ്ചൈസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഏലിയൻ റോമലസ്. അപ്പോൾ ആ ഒരു പടത്തിന്റെ ട്രെയിലറും അതേപോലെ തന്നെ പുതിയ പോസ്റ്ററും അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ഇതിന്റെ റിലീസ് വെച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ടത് വെച്ച് കുഴപ്പമില്ല, ബട്ട് ഐ എം സ്റ്റിൽ സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ്. അത് പടം കണ്ടാലും നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ഗെയിം അഡാപ്റ്റേഷന്റെ പീക്ക് സാധനമായിരുന്നു ആർക്കെ എന്ന് പറയുന്ന സീരീസ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമേഷൻ സീരീസിൽ ഒന്നാണത്. അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം ഇതിന്റെ സീസൺ 2 ഈ വർഷം നവംബറിൽ വരുന്നുണ്ടാവും. അതിന്റെ പുതിയ പോസ്റ്ററും ടീസറൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ ഈ മാസം കുറെ പടങ്ങളുടെ റിലീസ് ഉണ്ട്. പ്രധാനമായിട്ടും എ ക്വയറ്റ് പ്ലേസ് ഡേ 1 ജൂൺ 26-ാം തീയതിയാണ് ഈ പടം വരുന്നത്. ജോൺ കസിൻസ്കിയുടെ ക്വയറ്റ് പ്ലേസ് 1-ഉം 2-നും ശേഷം വരാൻ പോകുന്ന അടുത്തൊരു ക്വയറ്റ് പ്ലേസ് പടം. പിന്നെ ഇതൊരു സീക്വൽ അല്ല, പ്രീക്വൽ ആണ്. പിന്നെ
പിന്നെ നമ്മുടെ വിൽ സ്മിത്തിന്റെ ബാഡ് ബോയ്സ് റൈഡ് ഓർ ഡൈ എന്ന് പറയുന്ന പടം വരുന്നുണ്ട്. അത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ഒരു അടിപ്പടം എന്ന രീതിയിൽ വരുന്നുണ്ടോ. പിന്നെ ഡിസ്നിയുടെ ഇൻസൈഡ് ഔട്ട് 2 റിലീസ് ചെയ്യുന്നുണ്ട്. ദി വാച്ചേഴ്സ് എന്ന് പറയുന്ന പടമുണ്ട്. അതേപോലെ തന്നെ ഹൊറൈസൺ ആൻഡ് അമേരിക്കൻ സാഗ. പിന്നെ ഗ്ലെൻ പവലിന്റെ ഹിറ്റ്മാൻ വരുന്നുണ്ട്. പിന്നെ ബിൽ സ്കസ്ഗാർഡിന്റെ ക്രോ എന്ന് പറയുന്ന ഒരു പടം വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു റീബൂട്ട് എന്നും പറയാം, റീമേക്ക് എന്നും പറയാം. ഈ ഫ്രാഞ്ചൈസിൽ വരുന്ന ഏതാണ്ട് 5ാമത്തെ സിനിമയാണത്. ഞാൻ ഇതിനു മുമ്പുള്ള ഒന്നും കണ്ടിട്ടില്ല. റീബൂട്ട് ആയതുകൊണ്ട് ഇതിൽ നിന്ന് തുടങ്ങിയേക്കാം. പിന്നെ ഫാമിലി അഫെയർ, അതേപോലെ തന്നെ സ്റ്റാർ വാർസിന്റെ അക്കോലൈറ്റ്, അത് ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു. ഗ്ലിറ്റർ ആൻഡ് ഡൂം, മറിപ്പോ KF, ഇതൊക്കെയാണ് മേജർ റിലീസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞത് ലവ് യു ആസ് ദ വേൾഡ് എൻഡ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സീരീസ് ഉണ്ട്. അതിന്റെ ഫൈനൽ പാർട്ട് സിനിമ അത് ഈ വർഷം റിലീസ് ചെയ്യുന്ന ജൂൺ മാസം ഉണ്ടാവും. എല്ലാവരും നന്നായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കട്ടെ, ഞാൻ കണ്ടിട്ടില്ല. ദെൻ നൈസ് ഔട്ട്, ഡാനിയൽ ക്രേഗിന്റെ നൈസ് ഔട്ട് സീരീസിന്റെ അടുത്ത സിനിമ അനൗൺസ് ചെയ്തു. അതിന്റെ കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പടം പോലെ തന്നെ ഇതിനകത്തും പ്രബലമായ കുറെ പേരുകളും ഉണ്ട്. ഹോക്കി ആയിട്ടുള്ള നമ്മുടെ ജെർമി റെന്നർ, അതേപോലെ തന്നെ ജോഷ് ബ്രോളിൻ, ആൻഡ്രൂ സ്കോട്ട്, പിന്നെ ഈയിടെ നമ്മുടെ ചാലഞ്ചേഴ്സിനകത്ത് നമ്മുടെ ജോഷ് ഓക്കോണർ. ഇങ്ങനെ ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന പടത്തിനകത്ത് തന്നെ കിടിലായിരുന്നു അറിയോ. 2024 വന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ പറയുന്ന ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന പടം. ആ പടത്തിനകത്ത് അവന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിപ്പോൾ വിഷ്വൽ വൈസ് ആണെങ്കിലും സൗണ്ട് വൈസ് ആണെങ്കിലും റൈറ്റിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം കിടിലുമായിരുന്നു. സിവിൽ വാർ പോലെ തന്നെ ഈ പടത്തിനകത്തും കുറെ ആസ്ഥാനത്തുള്ള കുറെ മ്യൂസിക് ഉണ്ട്. അതിന്റെ പ്ലേസ്മെന്റ് ഇതിലത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൂഡ് സാധനം. നൈസ് ഔട്ട് 3 മേജറായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന ഇവർ 4 പേരുടെയാണ്. പിന്നെ ഇതൊരു യൂഷ്വൽ ഹൂ ഡൺ ഇറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു നൈസ് ഔട്ട് രീതി ആയിരിക്കില്ല. ഇതൊന്നും കുറച്ച് ഹൊറർ മൂഡൊക്കെ പിടിച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ടൈറ്റിൽ പോലും നൈസ് ഔട്ട് 3 വേക്കപ്പ് ഡെഡ്മാൻ എന്നാണ്. അടുത്ത വർഷം 2025 റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. പണ്ടത്തെ ഒരു കൾട്ട് ക്ലാസിക് പടമായിരുന്നു ബാർബറല്ല. അപ്പൊ അതിന്റെ ഒരു റീമേക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ നായിക ആരാണ്? നമ്മുടെ സിഡ്നി ചേച്ചി. ഇപ്പോൾ എഡ്ഗർ റൈറ്റ് ആയിരിക്കും ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നൊരു സംസാരം കേൾക്കുന്നുണ്ട്. എവിടെയും കൺഫേം ഒന്നും ആയിട്ടില്ല, സ്റ്റിൽ റൂമറാണ്. ക്ലാസിക് റീമേക്സിന്റെ കാര്യം പറയുമ്പോഴാണ് റോഡ് ഹൗസിന്റെ റീമേക്ക് ഈയിടെ കഴിഞ്ഞല്ലോ ആമസോൺ പ്രൈമിൽ, നമ്മുടെ ജയ് ജിലഹാളൊക്കെ വെച്ച്. ആ പടത്തിന് ഇപ്പോൾ അതാണ്ട് സീക്വലായിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് അവർ നോക്കുവാണ്. അതിലും നമ്മുടെ ജേക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയും പ്ലാൻ ഉണ്ടെന്ന്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റോഡ് ഹൗസ് എന്ന് പറയുന്നതിന് ഒരു അനാവശ്യ പടമായിരുന്നു. സ്റ്റിൽ ഇറ്റ് മാനേജ് ടു കീപ് ദ ഓഡിയൻസ്. എന്നാൽ പോലും സീക്വലിലേക്ക് ഡെവലപ്പ് ചെയ്ത് പോകാനുള്ള സാധനമൊന്നും അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ജയ് ജിലഹാൾ പോലെ ഒരു ആക്ടർ അതിനകത്ത് വേസ്റ്റ് ആയി പോവാണ്. പുള്ളി ഫിസിക്കലി ഇൻമെൻസ് ആയിട്ടുള്ള എഫേർട്ട് അതിനകത്ത് ഇട്ടു എന്ന് പറഞ്ഞാൽ പോലും ആക്ടിംഗ് വൈസ് അതൊന്നും പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് ആ പടത്തിൽ ആ ഒരു ക്യാരക്ടറിനില്ല. ജയ് ജിലഹാൾ എമ്മാതിരി ആക്ടർ ആണെന്ന് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആൾ കുറച്ചും കൂടെ കമ്പല്ലിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. പിന്നെ സാക് സ്നൈഡറിന്റെ 300 സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ താണ്ട് അതിന് ഒരു പ്രീക്വൽ സീരീസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതിൽ സ്നൈഡർ ആയിരിക്കും ഡയറക്ട് ചെയ്യാൻ പോകുന്നതും കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും. 300 നിർത്തിയത് ക്ലിഫിൽ, അതിനുശേഷം എന്ത് നടന്നു എന്ന് പറയാതെ ചുമ്മാ പ്രീക്വലിൽ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റബൽ മൂൺ പാർട്ട് 1 പാർട്ട് 2ന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പഴയ സ്നൈഡർ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈക്ക് ഈ ഓപ്പൺ ടു എവറിത്തിങ്. ഇത് കൺഫേം ഒന്നും ആയിട്ടില്ല, ഒരു റൂമറാണ്, ആവാനും സാധ്യതയുണ്ട്. മൈക്കിൾ ജാക്സന്റെ ബയോപിക്കിന്റെ ഷൂട്ടിംഗ് ഏതാണ്ട് ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇനി പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് പോയി. ഏപ്രിൽ 18 ഈ ഒരു പടം സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം 2025 ഏപ്രിൽ 18 ഈ പടം റിലീസ് ചെയ്യുന്നത്. ദെൻ വേറൊരു പടം വരുന്നുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് GI ജോയ് ക്രോസ് ഓവർ പടം. ചുമ്മാ അടിച്ചു വിട്ടതല്ല, സത്യമായിട്ട് വരുന്നുണ്ട്. ഒബ്വിയസ്ലി മൈക്കിൾ ബേ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പുള്ളി ഞാൻ ചത്തായാലും ട്രാൻസ്ഫോമേഴ്സിനെ വിട്ട് കളിക്കൂടാന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളി ഇരിക്കുന്നത്. ആ ലാസ്റ്റ് വന്ന ട്രാൻസ്ഫോമേഴ്സ് പടമൊക്കെ എന്താ വരുന്നത്. ഒപ്റ്റിമസ് പ്രൈം ഒക്കെ എന്നെ ഏത് ലെവലിലുണ്ടായിരുന്നു. ഇതിനകത്ത് ചുമ്മാ വിളിച്ചു ചേർത്ത് അപമാനിക്കുന്ന പോലെ ആക്കി വിട്ടേക്കുന്നു. ഇനി വരാൻ പോകുന്ന ഒരു ക്രോസ് ഓവർ പ്രോഡക്റ്റ് ഇനി എന്താവും ദൈവത്തിനറിയാം. പിന്നെ ഡിസ്നിയിലോട്ട് പോവുകയാണെങ്കിൽ ഇൻസൈഡ് ഔട്ട് 2 റിലീസ് ആവാൻ നിൽക്കെ തന്നെ അതിന്റെ സ്പിൻ ഓഫ് ആയിട്ട് വേറൊരു സീരീസ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ എന്താച്ചാ ഉണ്ടാക്കി തൊലയ്ക്കും. ഞാൻ ഇതിനകത്ത് എന്ത് പറയാനാണ്. പിന്നെ മോന 2ന്റെ അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. നമ്മുടെ പഴയ കാസ്റ്റ് എല്ലാം റിട്ടേൺസ് ഉണ്ടാവും. മോനോ അത്യാവശ്യം നല്ല ഓടമായിരുന്നു. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി എന്താവും കണ്ടറിയണം. ഡിസ്നി മാത്രം കുഴപ്പമെന്ന് പറഞ്ഞിരുന്ന ഇപ്പൊ നമ്മുടെ പിക്ചറും തുടങ്ങി. അവരവരുടെ ഐക്കോണിക് സാധനങ്ങളായിട്ടുള്ള ദി ഇൻക്രെഡിബിൾസ്, അതേപോലെ തന്നെ ഫൈൻഡിങ് നിമോ, ഈ സാധനങ്ങളൊക്കെ റീബൂട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഒരു സംസാരം പോകുന്നുണ്ട്. ഇതൊരു പ്രോപ്പർ അനൗൺസ്മെന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഇടയിൽ അവർ അറിയാതെ വായിന്ന് വന്നതാണ്. എങ്കിലും ഇൻക്രെഡിബിൾസും ഫൈൻഡിങ് നിമോ അത്യാവശ്യം നല്ല പടങ്ങളാണ്. എന്തിനാണ് അതുപോലുള്ള സിനിമകൾക്ക് റീബൂട്ടിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈവ് ആക്ഷൻ ആണെങ്കിലും പോട്ടെ എന്ന് പറയാം, ഡിസ്നി എഫക്റ്റ് ആണെന്ന് പറഞ്ഞ് പഴിചേരാം. ഇതിപ്പോൾ അതും പറ്റാത്ത അവസ്ഥയായി. അവരായിട്ട് ഇനി എന്തെങ്കിലും കൺഫേം ചെയ്യുവാണെങ്കിൽ ഞാൻ അങ്ങ് അറിയിച്ചേക്കാം. അപ്പോൾ ഇത്രയുമാണ് ഹോളിവുഡ് സൈഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉള്ളത്. അവിടെ നിന്ന് അങ്ങനെ ആനിമ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഹൈക്യൂ മൂവി റിലീസ് ആയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുന്ന കിടിലം പടമാണ്, എനിക്കിഷ്ടമായി. 2020 ലാസ്റ്റ് സീസൺ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു പടം വരുന്നത്. സീരീസ് ഇറക്കാതെ അവർ സിനിമയാക്കാൻ പോവുകയാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഉള്ളത് പറയാമല്ലോ, മോശമാക്കിയില്ല, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു സീരീസ് ആവേണ്ട സാധനം സിനിമയാകുമ്പോൾ ഉള്ള എല്ലാ പരിമിതികളും ഇതിനും സംഭവിച്ചിട്ടുണ്ട്. അത് ഹൈക്കുന്ന സീരീസിനെ അതായിട്ട് മാറ്റുന്നത് അതിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ്. ആ മൊമെന്റ്സിലെ പലതും ഈ പറയുന്ന സിനിമയായിട്ട് മാറുമ്പോൾ കിട്ടത്തില്ല. കാരണം മെയിൻ പ്ലോട്ട് സംസാരിക്കാനേ സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലോട്ട് പോകാൻ അവർ തിക്കത്തില്ല. എനിവേ പടം അത്യാവശ്യം ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഓരോ സേവും ഓരോ അടിയും ഓരോ ബ്ലോക്കും നല്ല ഇടി പോലെ ഉണ്ടായിരുന്നു. തിയേറ്റർ തന്നെ എറപ്റ്റ് ആവുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹിനറ്റയുടെ ഒരു ചാട്ടവും അതേപോലെ തന്നെ ഒരു കേജ് വെച്ചിട്ടൊരു പരിപാടിയുണ്ട് നമ്മുടെ കെന്മയുടെ. എൻ്റെ അമ്മീ കിട്ടിലൻ സാധനമായിരുന്നു. ഇതിനെയെല്ലാം ഒന്നും അല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു 4 to 5 minutes വരുന്ന ഒരു POV ഷോട്ടുണ്ട്. അത് കിടിലമാക്കി കളഞ്ഞു. അതായത് ഒരു പോയിന്റിൽ പോലും അതൊരു ആനിമയാണെന്ന് നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ പക്ക ക്യാമറ മിമിക്കിംഗ് ആയിരുന്നു അതിനകത്ത് നടന്നത്. സോ അടുത്ത വല്ല തിയേറ്ററിൽ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യേണ്ട, കണ്ടുപോയിക്കാൻ നല്ല പടം. ദെൻ എമിനൻസ് ഇൻ ദ ഷാഡോ എന്ന്
പറയുന്ന സീരീസിന് പുതിയൊരു മൂവി വരുന്നുണ്ട്. അതിന്റെ ട്രെയിലർ ഇപ്പോൾ അവർ വിട്ടേക്കുക. ദി എമിനൻസ് ഇൻ ദ ഷാഡോ ലോസ്റ്റ് എക്കോസ് എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഇസക്കി സാധനങ്ങളിൽ അത്യാവശ്യം ഡീസന്റ് സാധനമാണത്. എസ്പെഷ്യലി ഇതിനകത്ത് ആ ഒരു മെയിൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിലീസ് ഡേറ്റ് എപ്പോഴാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുമ്പോൾ അറിയിക്കാം. പിന്നെ നമ്മുടെ മാഷൽ സീരീസിന്റെ സീസൺ 2 കഴിഞ്ഞപ്പോൾ സീസൺ 3 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പ്രൊഡക്ഷൻ ഓൺഗോയിങ് ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഫോളിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മാഷൽ മാജിക് ആൻഡ് മസിൽ സീസൺ 3. ഗോസ്റ്റ് ഇൻ ദ ഷെല്ലിന് പുതിയൊരു ആനിമെ അഡാപ്റ്റേഷൻ വരികയാണ്. ചെയ്യാൻ പോകുന്ന വേറെ ആരുമല്ല, ഡണ്ടാൻഡൻ സീരീസ് എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്റ്റുഡിയോ സയൻസാറും ആണ്. പിന്നെ ഈ ഡണ്ടാൻഡൻ സീരീസ് പോലും ഇതുവരെ റിലീസ് ആയിട്ടില്ല. റിലീസ് ഒക്ടോബറിലാണ്. എന്നിട്ട് പോലും അവർ സീസൺ 2 ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. സോ അത് ചെയ്യുന്ന സ്റ്റീം സ്റ്റുഡിയോ ആണ് ഇതും ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്താ പരിപാടി എന്ന് അറിയത്തില്ല, പക്ഷെ മാപ്പയ്ക്ക് വരെ ടഫ് കൊടുക്കുമെന്ന് തോന്നുന്നു. ഇപ്പോഴേ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 2026 നിങ്ങൾ നോക്കിയാൽ മതിയെന്ന്. ഗോസ്റ്റ് ഇൻ ദ ഷെല്ലിന്റെ പഴയ ആനിമ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സ്കാർലറ്റ് ജോൺസന്റെ ലൈവ് ആക്ഷൻ എനിക്ക് സൂചിച്ചില്ല, പക്ഷേ പഴയ ആനിമ അത് നല്ല കിടിലമായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയുള്ള സാധനത്തിന് ഒരു മോഡേൺ അഡാപ്റ്റേഷൻ എന്തുകൊണ്ട് നന്നാവും എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ വിൻലാൻഡ് സാഗ സീരീസ് ഉണ്ടല്ലോ, അതിന് നമ്മുടെ ചൈനയിൽ ഒരു മറ്റേടത്തെ സെൻസർഷിപ്പ് ബ്ലർ ചെയ്യുന്നൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ വേറെ വല്ല കളർ പൂശുന്നോ തെറ്റില്ല. പക്ഷേ ആ ക്യാരക്ടറിനെ ആ ഒരു ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് എങ്ങനെ ഇരിക്കും? ഓൾമർ ഈ ഒരു സീനിനകത്ത് അവനോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ അവിടെ ആ പെണ്ണിനെ കാണാനില്ല. ഇത് ചെയ്തവനെ എന്തടിച്ചിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് അറിയണം. കാരണം പേരിനെങ്കിലും അവിടെ ഒരു രൂപം വെക്കായിരുന്നില്ല ഡേ. ദെൻ അടുത്ത വർഷം 2025 നമ്മുടെ ബെർസേർക്കിന് ഒരു ഫാൻ ആനിമേഷൻ വരുന്നുണ്ട്. ബെർസേർക്ക് ദി ബ്ലാക്ക് സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോ ക്ലിപ്സ് ആണ്. എത്ര എപ്പിസോഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല, എന്തായാലും അടുത്ത വർഷമാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 2016 വന്ന അഡാപ്റ്റേഷനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും മോനെ. ഈ ബെർസേർക്ക് ഇതുവരെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, കാണുകയാണെങ്കിൽ ആ ഒരു 90s വന്ന ആ ഒരു പഴയ സാധനം മാത്രം കാണാം. അത് കഴിഞ്ഞിട്ടൊന്നും കാണാൻ നിൽക്കരുത്. 2016 അതിന് ശേഷം വന്നു ഒന്നും നിങ്ങൾ വെറുപ്പിച്ച് കളയുമാർ. അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കുന്നത് നിങ്ങൾ ആ ഒരു മാംഗ വായിക്കുന്നതായിരിക്കും. അത്രയും രസമായിട്ട് പുള്ളി കുറേ സീനുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ഈ വർഷം അവസാനം ടൊമോദാച്ചി ഗെയിമിന്റെ മാംഗ അവസാനിക്കും എന്നാണ് പറയുന്നത്. അത് തീർന്നു കഴിഞ്ഞിട്ടെങ്കിലും അതിന്റെ സീസൺ 2 വന്നാൽ മതിയായിരുന്നു. ഭയങ്കര അണ്ടർ അപ്രീഷിയേറ്റ് നടക്കുന്ന ഒരു ഗംഭീര സീരീസ് ആണ്. പേര് ടൊമോദാച്ചി ഗെയിം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഏതാണ്ട് ഒരു 2 കൊല്ലം മുമ്പ് ഇതേ സമയത്താണ് നമ്മുടെ ഫയർ ഫോഴ്സിന് സീസൺ 3 അനൗൺസ് ചെയ്തത്. ഇതുവരെ അതിനെപ്പറ്റി ഒരു അനക്കും കേട്ടിട്ടില്ല. നല്ലപോലെ തന്നെ ഉണ്ട്. അത്രയും കിട്ടുന്ന സാധനമായിരുന്നത്. ഈ വർഷമെങ്കിലും എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായിരുന്നു. ഇതിന് കഴിഞ്ഞ വർഷം ഭയങ്കര ട്രെൻഡിങ് ആയി പോയ ഒരു സാധനമായിരുന്നു ഉഷിനോക്കു. അതിന്റെ സീസൺ 2ന്റെ ട്രെയിലർ അവർ വിട്ടിട്ടുണ്ട്. അടുത്ത മാസം 3-ാം തീയതി തൊട്ട് ഇതിന്റെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഫെയറി ടെയിൽ 100 years ക്വസ്റ്റ്യന്റെ ഒരു പുതിയൊരു കീ വിഷ്വൽ വിട്ടിട്ടുണ്ട്. സംഭവം അടുത്ത മാസം 7-ാം തീയതി ജൂലൈ 7-ന് റിലീസ് ഉണ്ടാവും. പിന്നെ ഈ സമ്മർ ഹിക്കാറു ഡൈ എന്ന് പറയുന്ന ഒരു മാംഗയ്ക്ക് ഒരു ആനിമെ അഡാപ്റ്റേഷൻ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ജോണറിൽ വരുന്ന ഒരു മാംഗയാണ്. വൺ ലൈനർ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക്, പക്ഷേ എന്നാൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ജപ്പാനിൽ ഇത് അത്യാവശ്യം പോപ്പുലർ ആണ്. അപ്പോൾ ഇതിനൊരു ആനിമെ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. ദെൻ ബൈ എർത്ത് എന്ന് പറയുന്ന പുതിയൊരു ആനിമെ വരുന്നുണ്ട് ജൂലൈ 12-ന്. ഓഗസ്റ്റ് 29-ന് ടെർമിനേറ്റർ 0 വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ദെൻ ജൂലൈ മാസം തന്നെ വേറൊരെണ്ണമുണ്ട്. ദി സ്ട്രോങ്ങസ്റ്റ് മജീഷ്യൻ ഇൻ ദി ഡീമൺ ലോർഡ്സ് ആർമി വാസ് എ ഹ്യൂമൻ. അഗെയിൻ വൺ ലൈനർ തന്നെ ടൈറ്റിലായിട്ട് അങ്ങ് ഇട്ടൊരു സാധനം. ദെൻ ജൂലൈ 4-ന് ദി കഫേ ടെറസ് ആൻഡ് ഇറ്റ്സ് ഗോഡസസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കണ്ടവർക്ക് കാണാം. ദെൻ വിസ്റ്റോറിയ വാൻഡ് ആൻഡ് സ്വോർഡ് എന്ന് പറയുന്ന വേറൊരു സീരീസ്, അതും ജൂലൈയിലാണ്, പക്ഷെ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ദെൻ എ നോബഡീസ് വേ അപ് ടു ആൻ എക്സ്പ്ലോറേഷൻ ഹീറോ, അതും ജൂലൈയിൽ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ പക്ഷേ ഫസ്റ്റ് 2 എപ്പിസോഡ് ഒരുമിച്ച് ഇറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന് ഈ വർഷം ഒക്ടോബറിൽ നമ്മുടെ റീസീറോ സീസൺ 3 വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് എപ്പിസോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. കഴിഞ്ഞ വർഷം ഉഷിനോക്കോ വന്ന പോലെ തന്നെ ഈ വർഷം ഇതായിരിക്കും. ഇതൊരു നല്ല സീരീസ് ആണ്, പക്ഷേ ഇത് പലരും പല സ്ഥലത്ത് നിന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള സാധനമാണ്. കാരണം ഓരോരുത്തരും ഓരോ പോയിന്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ചിലവർ സീസൺ 1 അല്ലെങ്കിൽ അതുപോലെ എത്തുന്നതിന് മുമ്പ് സീസൺ 2 കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേര് അവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് കണ്ടു തീർത്ത് വരുമ്പോൾ ഒരു ഗംഭീര സാധനമാണ്, ഒരു സംശയമില്ല. ദെൻ ജൂലൈ 6-ന് ബ്ലീച്ച് 1000 Year ഓഫ് ബ്ലഡ് വാർ ആർക്കിന്റെ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഒത്തല അടുത്ത പാർട്ടിന്റെ കീ വിഷ്വലോ അല്ലെങ്കിൽ റിലീസ് ഡേറ്റോ വല്ലോ ആയിരിക്കും. ദെൻ എഡൻ സീറോയും മൈ ഹീറോ അക്കാഡമിയും അതിന്റെ മാംഗ അവസാനിക്കാറായിട്ടുണ്ട്. എഡൻ സീറോ തീരാൻ ഏതാണ്ട് 3-4 ചാപ്റ്റേഴ്സേ ഉള്ളൂ. മൈ ഹീറോ അക്കാഡമി ആണെങ്കിൽ എപ്പിലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏതാണ്ട് തീരാറായിട്ടുണ്ട്. മൈ ഹീറോ അക്കാഡമി ഓൺഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്, കണ്ടു നോക്കാൻ നന്നായിട്ടുണ്ട്. ദെൻ നൊറഗാമി സീരീസിന്റെ സീസൺ 3 ഇപ്പോൾ പ്രൊഡക്ഷനിലാണെന്ന രീതിയിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. കൺഫേം അല്ല. ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സീരീസ് ആണ്, കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ദെൻ ബ്ലൂ ലോക്കിന്റെ പുതിയ പടം വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സീസൺ 2ന്റെ ട്രെയിലറും അവർ വിട്ടിട്ടുണ്ട്. ഈ വർഷം ഒക്ടോബറിന് സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ ഇടിവ ടൈറ്റോ ആയിട്ടുള്ള നമ്മുടെ അൺഡെഡ് അൺലക്കിന് സീസൺ 2 വരാൻ വേണ്ടി പോവാണ്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പേടിച്ചു, പക്ഷേ ഇല്ലെന്ന് തോന്നുന്നു. എഗെയിൻ ഇതൊരു കൺഫേം ന്യൂസ് അല്ല, എന്തായാലും വൈകാതെ ഒരു റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി സീരീസ് തന്നെയാണ് അൺഡെഡ് അൺലക്ക്. അപ്പോൾ ഇത്രയുമാണ് ആനിമെ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ തന്നെ മാർവൽ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വെനത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഈ ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് സിനിമയാണെന്നാണ് ഇവർ പറയുന്നത്. വെനം സിനിമകളുടെ ഒരു കടുത്ത ആരാധന അല്ലാത്തത് കൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ഏതാണ്ട് ഒരു 5 കൊല്ലം മുമ്പാണ് ബ്ലേഡ് സിനിമ അനൗൺസ് ചെയ്യുന്നത്. ഇതുവരെ അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. എന്തിന് സ്ക്രിപ്റ്റ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഓരോ 6 മാസം കൂടുമ്പോഴും പുതിയ റൈറ്ററെ വെച്ച് പുതിയതായിട്ട് എഴുതി അവന്മാർ എന്തൊക്കെയോ பண்ணுന്നുണ്ട്. ഇപ്രാവശ്യം പുതിയൊരു റൈറ്റർ ഇൻവോൾവ് ആകുന്നുണ്ട്. പഴയ റൈറ്ററിനെ വിട്ടിട്ട് വീണ്ടും ഒരു റീറൈറ്റിംഗ് പ്രോസസ്സിലോട്ട് പോവുകയാണ്. ആദ്യം ഒരു പഴയ ഒരു പീരിയോഡിക് പീരീഡിൽ ഉണ്ടായിരുന്ന സാധനം ഇപ്പതാണ്ട് ഒരു മോഡേൺ വേൾഡിലോട്ട് മാറ്റുന്നുണ്ട്. മഹർഷലയിലേക്ക് പാവം അങ്ങനെ 5 കൊല്ലമായിട്ട് കാത്തിരിക്കുക ഒരു പടത്തിന് വേണ്ടി. അടുത്ത കൊല്ലത്തേക്കാണ് ബ്ലേഡ് പടം പറഞ്ഞേക്കുന്നത്. എന്തായാലും അടുത്ത കൊല്ലം വരാൻ
പറയാൻ പോകുന്നില്ല. അടുത്ത കൊല്ലത്തെങ്കിലും സ്ക്രിപ്റ്റ് തീർത്താൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചുമ്മാ വാരി എറിഞ്ഞൊരു പടം എടുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് സത്യമായിട്ടും. അപ്പോൾ എന്തിനാണ് ഇത്രമാത്രം റീറൈറ്റിംഗ് എന്നൊരു ചോദ്യം വരുന്ന സമയത്താണ് വേറൊരു റൂമറിലേക്ക് പോകുന്നത്. എന്തെന്നാൽ മിഡ് നൈറ്റ് സൺസ് പടം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. മാർവൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോമിക് കേട്ടിട്ടുണ്ടാവും. ഇത് കൂടാതെ വീഡിയോ ഗെയിമായിട്ടും ഇത് റിലീസ് ആയിട്ടുണ്ട്. ഗെയിമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ എപ്പിക് ഗെയിംസിൽ ഈ ആഴ്ചത്തെ ഫ്രീ ഗെയിംസിൽ ഇതാണ് കൊടുത്തേക്കുന്നത്. സോ വേണമെന്നുള്ളവർക്ക് ക്ലെയിം ചെയ്ത് വെക്കാം. ഞാൻ പേഴ്സണലി മിഡ് നൈറ്റ് സൺസിന്റെ കോമിക്സും വായിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഗെയിമും കളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഗെയിം കളിക്കാതെ പ്രധാനമായിട്ടും അതിന്റെ ഗെയിം പ്ലേ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ ഓരോരോ കാർഡ്സ് വെച്ച് അറ്റാക്ക് ചെയ്ത് അങ്ങനെയുള്ള ആ ഒരു സാധനം എനിക്ക് വലിയ അങ്ങ് സൂചിച്ചിട്ടില്ല. സോ എനിവേ മിഡ് നൈറ്റ് സൺസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയാണ് ഈ ഒരു ഡിലേ നടക്കുന്നത്. ഇത് കുറച്ചും കൂടെ ആ ഒരു സൂപ്പർ നാച്ചുറൽ ആ ഒരു ലൈനൊക്കെ പിടിച്ച് പോകുന്ന ഒരു പടമാണ്. സോ ആ ഒരു പടത്തിലേക്കുള്ള ലീഡ് ബ്ലേഡ് പടത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പറയാൻ പറ്റത്തില്ല, മിഡ് നൈറ്റ് സൺസിന്റെ വില്ലനായിട്ട് പോലും ബ്ലേഡ് വരാൻ സാധ്യതയുണ്ട്. കാരണം മിഡ് നൈറ്റ് സൺസിന്റെ വില്ലനായിട്ടുള്ളത് ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്, പേര് ലിലിത്ത്. അപ്പോൾ അതിലെ ആ ഒരു ക്യാരക്ടറിനെ ഒഴിവാക്കി പകരം ഒരു മെയിൽ വില്ലൻ ക്യാരക്ടറിനെ കൊണ്ടുവരാനാണ് സ്റ്റുഡിയോ നോക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്തായാലും ബ്ലേഡ് ആണ്. സോ അങ്ങനെയുള്ളൊരു പ്ലാനാണ് അവർ നോക്കുന്നുണ്ടാവുക. മേ ബി ഇതൊക്കെ റൂമേഴ്സ് ആണ്, എവിടെയും കൺഫേം ആയിട്ടില്ല. ഇതിന്റെ കൂടെ ഒപ്പം വായിക്കാൻ പറ്റുന്ന വേറൊരു സാധനമുണ്ട്, നമ്മുടെ വാൻഡ വിഷന്റെ സോളോ മൂവി. പുള്ളിക്കാരത്തി മിഡ് നൈറ്റ് സൺസിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ പുള്ളിക്കാരത്തേക്ക് ഒരു സോളോ മൂവി കൊടുത്ത് അതിലൊരു ലീഡ് വെച്ച് പിന്നെ ഇതെല്ലാം ഒരു മിഡ് നൈറ്റ് സൺസിലോട്ട് കയറ്റാം എന്നൊക്കെയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ബ്ലേഡ് ആദ്യം വരണം, അത് വരുമെന്തോ. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൽ നമ്മുടെ ഗസ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗിയാൻ കാർലോ എസ്പോസിറ്റോ. പുള്ളി ആൾറെഡി ഞാനൊരു മാർവലിൽ വരുന്നുണ്ട് എന്ന രീതിയിൽ പറഞ്ഞായിരുന്നു, പക്ഷേ ഈ പടത്തിൽ വരുമെന്ന് അറിയില്ലായിരുന്നു. ഇതിൽ മ്യൂട്ടന്റ് ആയിട്ടൊന്നും അല്ല, ഒരു ഹ്യൂമൻ ആയിട്ട്, അതൊരു മിലിറ്ററി പേഴ്സൺ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇതിനേക്കാളെല്ലാം മുറ്റായിട്ടുള്ള പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അവഞ്ചേഴ്സ് സിനിമയ്ക്കകത്ത് 60-ലധികം സൂപ്പർ ഹീറോസിനെ അവർ കൊണ്ടുവരാൻ നോക്കുകയാണ് അത്ര. കാങ് ഡൈനസ്റ്റി ഇല്ല, കാരണം കാങ്ങിനൊക്കെ പുറത്താക്കി. അപ്പോൾ അതെന്തായാലും വരത്തില്ല. അപ്പോൾ സീക്രട്ട് വാർസിന് മുമ്പായിട്ട് ഒരു അവഞ്ചേഴ്സ് സിനിമ, അതിൽ ഇതുവരെ കണ്ട എല്ലാ സൂപ്പർ ഹീറോസിനെ റിട്ടേൺ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി. സെൻഡ് ഓഫ് കൊടുത്തവരുണ്ടാവില്ല, പകരം ബാക്കിയുള്ളവരൊക്കെ. ലോക്കി സീരീസിന്റെ റൈറ്റർ ആയിട്ടുള്ള മൈക്കിൾ വാൽഡനാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എഴുത്തൊരു സൈഡിൽ കൂടെ പോകുമ്പോൾ ഇവരിപ്പോൾ പുതിയ ഡയറക്ടറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പോൾ നിന്നോണ്ടിരിക്കുന്നത് ഷോൺ ലീവയാണ്. പുള്ളിയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ പടത്തിന്റെ ഡയറക്ടർ. സോ ആളുടെ കയ്യിൽ പ്രോജക്റ്റ് കൊടുക്കാം എന്നാണ് ഇപ്പോൾ ഒരു ഡിസ്കഷൻ പോകുന്നത്. ആള് കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഷാങ്ചിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡാനിയൽ ക്രെട്ടൻ ആണ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പുള്ളി പിന്നീട് എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യലായിരുന്നു. ആൾക്ക് നരുട്ടയും ഷാങ്ചിയൊക്കെ ഉണ്ട്. സോ ആള് അതിൽ പോട്ടെ. ഈ 60 ക്യാരക്ടേഴ്സിനും സ്പേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം വരും. ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സിനിമയ്ക്ക് അതും വേറെ ഒരുപാട് റിട്ടേണിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന ഒരു പരിപാടി ആണോ അല്ലയോ എന്നൊക്കെ. ഇത്രയാണ് മാർവലിന്റെ ഒരു പ്രധാന അപ്ഡേറ്റ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ DC സൈഡിലോട്ട് പോകുമ്പോൾ പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. DCയിൽ കുറച്ച് ആനിമീസ് വരുന്നുണ്ട്, ബാറ്റ്മാൻ നിഞ്ച, അതേപോലെ തന്നെ സൂയിസൈഡ് സ്ക്വാഡ്. ജൂലൈ 5 തീയതിയാണ് സൂയിസൈഡ് സ്ക്വാഡ് റിലീസ് ചെയ്യുന്നുണ്ടാവും. മൊത്തം 10 എപ്പിസോഡ് ഉണ്ടാവും. ഇനി ബാറ്റ്മാനിലോട്ട് വരുന്ന സമയത്ത് 2018 ബാറ്റ്മാൻ നിഞ്ച എന്ന് പറയുന്ന ഒരു ഒറിജിനൽ കിഡിലൻ ആനിമ ഉണ്ടായിരുന്നു. സോ അതിന്റെ ഒരു സീക്വൽ, അതായത് ബാറ്റ്മാൻ നിഞ്ച വേഴ്സസ് യാക്കുസ ലീഗ് എന്നാണ് ഈ പടത്തിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടില്ല, ഒത്താൽ അടുത്ത കൊല്ലം കിട്ടും, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ കൊല്ലവും. ബാറ്റ്മാൻ നിഞ്ച നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. കിഡിലൻ സാധനമാണ്. ബാറ്റ്മാൻ നിഞ്ച എന്നില്ല, ബാറ്റ്മാന്റെ ഓൾമോസ്റ്റ് എല്ലാ ആനിമേറ്റഡ് സാധനങ്ങളും കിഡിലുമാണ്. അപ്പാർട്ട് ഫ്രം ദീസ് ടു DCയിലായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.